ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഖുർആൻ ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ റമദാൻ മാസമൊക്കെ വരുന്നില്ല, അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഒരുപാട് ആൾക്കാർക്ക് നല്ല രീതിയിൽ ഓതാനും ഒക്കെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഖുർആൻ എന്നുള്ള ഭാഗത്ത് നോക്കട്ടെ. ഇതാണ് ഖുർആൻ എന്നുള്ള ഈ ആപ്ലിക്കേഷൻ. ഇതിൻ്റെ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോവാം. എന്നിട്ട് ഇങ്ങനെ ഖുർആൻ ഫോർ ആൻഡ്രോയിഡ് ജസ്റ്റ് അടിച്ചു കൊടുത്താൽ ഈ ആപ്ലിക്കേഷൻ കിട്ടും. ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടാവും, പക്ഷേ അതൊന്നും നിങ്ങൾ യൂസ് ചെയ്യാറില്ല. ഈ ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കുറച്ച് ഡൗൺലോഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ആയത്തുകളും ഓരോ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാനുണ്ടാവും. കുറച്ച് ടൈം സ്റ്റാർട്ടിങ് ടൈമിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് ഡൗൺലോഡ് കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷം ഇതുപോലെ ഓപ്ഷൻ ആയിരിക്കും വരുന്നുണ്ടാകുക. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ബക്കറ അങ്ങനെയുള്ള എല്ലാ ആയത്തുകളും അവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏത് ആയത്താണ് നമുക്ക് ഓതേണ്ടതെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് ആ ആയത്തിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഒരു മുസാഫ് പോലെ എങ്ങനെയാണ് ഓപ്പണായി വരും. അപ്പോൾ ഇത് ഓപ്പണായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓതണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഓതണമെങ്കിൽ ഓതും ചെയ്യാം. നെക്സ്റ്റ് ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ അടുത്ത ഓരോ ആയത്തുകൾ ഇങ്ങനെ വരും ചെയ്യും. പിന്നെ നമുക്ക് ഓതാൻ അറിയാൻ കിട്ടാത്ത, അതായത് കുറച്ച് ഭാഗങ്ങൾ കിട്ടാതെ കുറേ ഇങ്ങനെ ഓതുമ്പോൾ ചില ഭാഗങ്ങൾക്ക് നമുക്ക് മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഓതാന്നുള്ളത് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു ആപ്ലിക്കേഷൻ കൂടിയാണ്. അപ്പോൾ ഈ ഭാഗം നമുക്ക് ഓതാൻ കിട്ടുന്നില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഏത് ഭാഗത്ത് നമുക്ക് അറിയാത്ത ആ ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് പ്രസ് ചെയ്യുക. ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ നിങ്ങൾ ഇവിടെ പ്ലേ എന്നുള്ളൊരു ബട്ടൺ കാണാറ്, പ്ലേ ബട്ടൺ. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ ഭാഗം ഇതുപോലെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓതാൻ അവർ സഹായിച്ചു തരും. ഓക്കെ, അത് MP3 ലെവലിൽ കാണിച്ചു തരും. പിന്നെ അതേപോലെ നെക്സ്റ്റ് ഇതിലൊരു ഓപ്ഷൻ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നൈറ്റ് മോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൈറ്റ് മോഡിലായിട്ട് ഇങ്ങനെ ഓതാൻ പറ്റും. അതേപോലെ വേറെ ഓപ്ഷനിൽ പിന്നെ നമുക്ക് ഇവിടെ ഓരോ ഭാഗം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഈ ഭാഗത്താണ് നിങ്ങൾ ഓതി വെച്ചെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുവരെ ഓതി വെച്ചതാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഈ മുകളിൽ ഈ ബട്ടൺ ഉണ്ടല്ലോ ഫേവറേറ്റ്, ഇതാക്കി കൊടുത്താൽ ഇത് ഫേവറേറ്റ് പോയി നിൽക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും അവിടെ പോയി തന്നെ ബാക്കിയുള്ള ഓടി തീർക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷനാണ്, എല്ലാവരും ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കാം. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും. ആവശ്യമുള്ള ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നവരെ ബൈ ബൈ.